കേരള 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 പറഞ്ഞ ഫ്രണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ സെക്രട്ടറി ബാബുരാജേട്ടൻ, നമ്മുടെ ഇന്നത്തെ 2 ദിവസങ്ങളായി നടക്കാൻ പോകുന്ന ബുക്ക് ഷോപ്പിന്റെ ഇൻസ്ട്രക്ടർ, നമ്മുടെ മെമ്പർ കൂടിയായ രചന നാരായണൻകുട്ടി, എത്തിച്ചേർന്നിട്ടുള്ള അമ്മ, കുടുംബാംഗങ്ങൾ, മാധ്യമ സുഹൃത്തുക്കൾ, പങ്കെടുക്കാൻ സ്നേഹപൂർവ്വം എത്തിയിട്ടുള്ള ഏവർക്കും വിനീതമായ നമസ്കാരം, സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരമൊരു മുഹൂർത്തത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുമ്പോൾ. ഒരു ചെറിയ ആശയത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഇത്രയും മനോഹരമായ ഒരു ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അതിന് ഏറ്റവും കാരണക്കാരായിട്ടുള്ളത് കലയെ, നൃത്തത്തെ, അഭിനയത്തെ അത്രയധികം സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെയാണ്. അത്രയധികം റെസ്പോൺസുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് അമ്മയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവിനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് തന്നെ പറയാം, അത്രയധികം റെസ്പോൺസുകളാണ് നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്ത്, നമ്മൾ സംസാരിച്ച് ഇന്ററാക്ട് ചെയ്ത് വന്നിട്ടുള്ള ഏറ്റവും ക്രിസ്പായിട്ടുള്ള നമ്മുടെ കോർ ടീമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. 30-32 പേരോളം വരുന്ന ഒരു ടീമാണ് മുമ്പിലുള്ളത്. 2 ദിവസം അമ്മയുടെ കുടുംബത്തോട് ചേർന്ന് നിന്ന് നൃത്തവും അഭിനയത്തിൻ്റെ ചില നുറുങ്ങുവിദ്യകളും എല്ലാം ചേർന്നിട്ടുള്ള ഓർമ്മയിലേക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്ന 2 ദിവസങ്ങളായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കലും അമ്മയുടെ ഈ ഒരു കെട്ടിടം വിട്ട്, ഈ ഒരു വീട് വിട്ടിറങ്ങുമ്പോൾ നിങ്ങൾ നിരാശരായിട്ട് ഇറങ്ങില്ല എന്നും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉറപ്പ് നൽകുകയാണ്. സംസാരത്തിന് അധികമുള്ള സമയമല്ല എന്നതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. 2 വാക്ക് നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ സിദ്ദിഖിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. അമ്മ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ നടീനടന്മാരുടെ ഒരു സംഘടനയാണ്. അതിപ്പോൾ ഞങ്ങൾ ആ സംഘടന രൂപപ്പെട്ടിട്ട് ഏതാണ്ട് 30 വർഷത്തോളമായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ അഭിനയിക്കുന്ന ആളുകൾ ചേർന്നിട്ട് പല പരിപാടികൾ നടത്താറുണ്ട്, പല ഷോസ് ചെയ്യാറുണ്ട്. പക്ഷേ പുതിയ കമ്മിറ്റി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമുക്ക് പബ്ലിക്കിനെ കൂടെ ഇതിനകത്തൊരു പാർട്ടിസിപ്പേഷൻ കൊടുത്ത് പൊതുജനങ്ങൾക്ക് കൂടി, അവർക്ക് കൂടി ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നൊരാശയം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്സ് ആദ്യം ഒന്ന് തുടങ്ങി നോക്കാം. ആദ്യം ഞങ്ങളിങ്ങനെ ഇത് റെഗുലറായിട്ട് ഇത്തരം ക്ലാസ്സുകൾ നടത്തുന്ന, അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അഭിനയം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോഴും നമ്മുടെ പരിമിതമായ സൗകര്യങ്ങൾ അതിന് ഉതകുന്നതല്ല. ഇപ്പം തന്നെ 30 അല്ലെങ്കിൽ 32 ഒതുക്കേണ്ടി വന്നത് ഞങ്ങളുടെ സ്ഥല സൗകര്യത്തിൻ്റെ കുറവുകൊണ്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിച്ചത്, ഞങ്ങളിങ്ങനെ ഒരു ആശയം പങ്കുവെച്ചാൽ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് റെസ്പോൺസ് ഉണ്ടാവും എന്നതിനെ പറ്റി ഞങ്ങൾക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ വളരെ സപ്പോർട്ടീവായിട്ടാണ് ആളുകൾ അതിനോട് പ്രതികരിച്ചത്. ഒരുപാട് കുട്ടികൾ ഇതിനുവേണ്ടി ശ്രമിച്ചു. ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത്, ആദ്യം രജിസ്റ്റർ ചെയ്ത 30 പേർക്കോ 32 പേർക്കോ ആണ് ഇപ്പോൾ ഇതിനകത്ത് അഡ്മിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണിച്ച ഈ സഹകരണവും സ്നേഹവും ഞങ്ങൾക്ക് ഇത് കുറെ കൂടെ വിപുലമായി ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട്. തീർച്ചയായും ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ സ്ഥല സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് ഇത് കുറച്ചുകൂടെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു അഭിനയ കളരിയോ ഒക്കെ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇങ്ങനെ ഒരു ആശയം പങ്കുവച്ചപ്പോൾ തന്നെ ഞാനത് ചെയ്തോളാം, ഞാൻ ആദ്യം അതിൻ്റെ തുടക്കം കുറിക്കാമെന്ന് പറഞ്ഞ് മുന്നിട്ട് വന്നത് രചന നാരായണൻകുട്ടിയാണ്. അപ്പോൾ എൻ്റെ പ്രത്യേക അഭിനന്ദനം ഞാൻ രചന അറിയിക്കട്ടെ. പിന്നെ ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെ വേണം, ഇതിന് എന്തെല്ലാം സജ്ജീകരണങ്ങൾ വേണം എന്നതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ ചില വീഴ്ചകൾ ഉണ്ടായേക്കാം. എന്നാലും അമ്മയിലെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങി ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി തയ്യാറായി നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിൻ്റെ എല്ലാവരും ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു നടരാജ വിഗ്രഹം സെലക്ട് ചെയ്യാൻ തന്നെ ഏതാണ്ട് 4 ദിവസം എടുത്തു. ഒരു വിഗ്രഹത്തിനും ഇല്ല, ഇതിന് ഭംഗി പോരാ, ഇതിൻ്റെ വേറെ എന്തോ ഗ്രേസ് ഇല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ അത്ര സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടാണ് ഞങ്ങൾ അംഗങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വേണം പോകാൻ. നിങ്ങൾ ഒരു 2 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും സൂക്ഷിച്ചു വെക്കാൻ ഒരു ഓർമ്മയായിട്ട് വേണം പോകാൻ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഈ ചടങ്ങിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് അടുത്ത ചടങ്ങ്. അപ്പോൾ വളരെ തിരക്കുണ്ടായിട്ടും ബോംബെയിൽ നിന്നൊക്കെ നമ്മളിത്
ആവശ്യപ്പെട്ട പ്രകാരം ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ശ്രീ മോഹൻലാൽ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. കാരണം ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന, പബ്ലിക്കിനെ ഇൻവോൾവ് ചെയ്തിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് ഇന്ന് തന്നെ അദ്ദേഹം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ചെന്നൈയിലേക്ക് പോകും. അപ്പോൾ കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ട് തിരക്ക് മാറ്റി വെച്ച് ഓടി വന്നതാണ് ഉദ്ഘാടന പ്രസംഗത്തിനായി. അതിനുശേഷം തിരുവോളത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഞാൻ ശ്രീ മോഹൻലാലിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. നമസ്തേ, എല്ലാവർക്കും സന്തോഷകരമായൊരു ദിവസം നേരുന്നു. സിദ്ദിഖ് സംസാരിച്ചു, സലീം സംസാരിച്ചു. അമ്മ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. ഞങ്ങൾ അവകാശപ്പെടുന്നു പല കാര്യങ്ങളും നമ്മൾ അമ്മ ചെയ്യുന്നത് പലരും അറിയുന്നില്ല. അങ്ങനെ വലിയൊരു പബ്ലിസിറ്റി ഒന്നുമില്ലാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. നമ്മുടെ അംഗങ്ങൾക്കിടയിൽ മാത്രമല്ല, പുറത്തും. അപ്പം അത്തരം കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആ രംഗത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാട്ടുണ്ട്, നൃത്തമുണ്ട്, അഭിനയമുണ്ട്, ആക്ഷൻ രംഗങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു കാര്യമാണ്. ഒരുപാട് പുതിയ ആൾക്കാർക്ക് കടന്നു വരാൻ സാധിക്കുന്ന മേഖലയാണ് സിനിമ. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതൊരു ഗേറ്റ് ക്രാഷാണ്, ഒരു കഥക് തള്ളി തുറക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിലൂടെ ഒരുപാട് വലിയ കാര്യങ്ങൾ, ഒരുപാട് പുതിയ മേഖലകളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത് തുടക്കത്തിൽ 2 ദിവസം തീർച്ചയായിട്ടും രചനയ്ക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാം. താങ്ക് യു രചന. ഞാൻ ചോദിച്ചപ്പോൾ ഇത് നൃത്തം മാത്രമല്ല, അഭിനയ രസങ്ങളാണ്. നമ്മുടെ ജീവിതം മുഴുവൻ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസാണ്. എക്സ്പ്രഷനിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ഒരു ദിവസം നമ്മൾ പലതരത്തിലുള്ള അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ നൃത്തം മാത്രമല്ല, അതിലുള്ള അഭിനയം. അങ്ങനെ 2 ദിവസത്തെ ക്ലാസ് നമ്മൾ തുടങ്ങിയാണ്. ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മൾ സിദ്ദിഖ് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സിനിമയിൽ തന്നെ വലിയ നൃത്തത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത വലിയ വലിയ നർത്തകികളുണ്ട്. അതുപോലെ തന്നെ അഭിനയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ വശങ്ങളിലൂടെ സഞ്ചരിച്ച നടന്മാരുണ്ട്. നമ്മുടെ ഭാഷയിൽ മാത്രമല്ല, പുറത്തും. അത്തരം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ചില വർക്ക്ഷോപ്പുകൾ നമുക്ക് നടത്താൻ സാധിക്കും. അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത്. എന്തായാലും തുടക്കം ഗംഭീരമാകാൻ സഹായിച്ച എല്ലാവർക്കും ആകട്ടെ. അതിനുള്ള ഈശ്വരന് നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു. ഇതൊരു നല്ല കോസാണ്. ഇത് ഒരു സ്കൂളിലല്ല, ഇതൊരു ശരിക്കൊരു കുടുംബമായിട്ട് നിങ്ങളെല്ലാവരും ചേർന്ന് വർക്ക് ചെയ്യണം. ഇന്ന് ഇവിടെ നിന്ന് പോകുന്ന 32 പേരാണ് ഇതിനെ പ്രചാരകർ. അവർക്ക് അവരുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാം, എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാം. ഞങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. തീർച്ചയായിട്ടും ഇപ്പോൾ ശോഭന അല്ലെങ്കിൽ ഭാനുപ്രിയ, അങ്ങനെ ഒരുപാട് വലിയ വലിയ നർത്തകികളുണ്ട് നമുക്ക്. മഞ്ജു വാര്യർ, അതുപോലെ ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ സിദ്ദിഖ് പറയാൻ നമുക്ക് നസറുദ്ദീൻ ഷാ, അല്ലെങ്കിൽ അനുപംക്ക്, അല്ലെങ്കിൽ തമിഴിൽ നിന്നുള്ള, അല്ലെങ്കിൽ കമലഹാസൻ, ഇങ്ങനെ അവരൊക്കെ വെച്ചിട്ടൊരു ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകൾ കാണിക്കാം, നല്ല നല്ല സിനിമകൾ കാണിക്കാം, അതിൻ്റെ ഡിബേറ്റുകൾ ഉണ്ടാക്കാം. എന്തായാലും ഒരു വലിയ കുടുംബമായിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ മറ്റുള്ള പബ്ലിക്കുമായിട്ട് ഇതിലേക്ക് കടന്നു വരാനും ഒരുപക്ഷെ ഇത്തരം ആൾക്കാർക്ക് പുതിയ സിനിമകളിലേക്കൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു പാത തുറക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണിത്. എല്ലാവരും കൂടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ ചെറിയ സംരംഭം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പറയുന്നു. ഇത് വലിയൊരു കാര്യമായി മാറാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വന്തം ചേച്ചിയും ഗുരുനാഥയും അമ്മ മെമ്പറും നിങ്ങളുടെ 2 ദിവസത്തെ ഇൻസ്ട്രക്ടറുമായ ശ്രീമതി രചന നാരായണൻകുട്ടിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്തേ, സദ്ഗുരുഭ്യോ നമഃ. അഭിവന്ദ്യരായ ഗുരുജനങ്ങൾക്കും ബഹുമാന്യരായ സദസ്സിനും ഏറെ സ്നേഹം.
ദീർഘിപ്പിക്കുന്നില്ല. അമ്മയുടെ ആദ്യത്തെ സംരംഭമായ അഭിനയ ഇൻറ്റൻസിംഗ് എന്ന് പറയുന്ന ഒരു ഡാൻസ് വർക്ക്ഷോപ്പ് അത് തുടങ്ങി വയ്ക്കാൻ ഞാനൊരു നിമിത്തമായി എന്നുള്ളത് ജന്മജന്മാന്തര പുണ്യമായിട്ട് ഞാനെന്ന കലാകാരി കാണുകയാണ്. പൊതുജനങ്ങളിലേക്ക് കുറച്ചുകൂടി എങ്ങനെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എത്തിക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന്, എന്നൊരാശയത്തിൽ നിന്നാണ് ഇന്ന് നമ്മളെല്ലാവരും ഏറെ സന്തോഷത്തോടു കൂടി ഈ നിമിഷത്തിൽ പങ്കുചേരുന്നത്. അതിന് എല്ലാ നന്മകളും ഉണ്ടാവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ആഗ്രഹിക്കുകയാണ്. വളരെ ചുരുക്കി പറയാം, നൃത്ത റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഇത്. നാട്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഇത്. അപ്പോൾ നമ്മളുടെ ഒരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിരുന്നത് ഏത് ഡാൻസ് ഫോം പഠിച്ചവർക്കും ഇതിന് ഭാഗമാവാം എന്നുള്ളതാണ്. ക്ലാസിക്കൽ തന്നെ പഠിക്കണം, ശാസ്ത്രീയ നൃത്തം തന്നെ പഠിക്കണം എന്നുണ്ടായിരുന്നില്ല. കാരണം അഭിനയം എന്നുള്ളത് നേരത്തെ ലാലേട്ടൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ജീവിതത്തിൽ എന്നും ഓരോ രസങ്ങളുമായി സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലോറേഷനാണ്. സോ നമുക്ക് വെസ്റ്റേൺ പഠിച്ച ആളുകളുണ്ട്, ഹിപ്പ് ഹോപ്പ് പഠിച്ച ആളുകളുണ്ട്, അങ്ങനെ എല്ലാ കോണ്ടംപററി പഠിച്ച ആളുകളുണ്ട്. എല്ലാ മേഖലകളിൽ നിന്നും, എല്ലാ ഡാൻസ് ഫോംസിൽ നിന്നുമുള്ള ആളുകൾ, പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇതിൻ്റെ ഭാഗമാവുമ്പോൾ നാട്യത്തിൻ്റെ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എളിയ ഭാഗമാവാൻ സാധിച്ചതിലും അതിന് ലാലേട്ടൻ വന്ന് അനുഗ്രഹിച്ചതിലും ഏറെ സന്തോഷം. താങ്ക് യു ലാലേട്ട. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ലാലേട്ടൻ്റെ കഴിവുകളെ പറ്റി നമ്മൾ ആരോടും എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ കമലദളം പോലെയുള്ള സിനിമകളിൽ, രാജശില്പി പോലെയുള്ള സിനിമകളിൽ ക്ലാസിക്കൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായി ഒരു ട്രെയിൻഡ് അല്ലാത്ത ഒരു ആൾക്ക് എത്ര ഭംഗിയായിട്ട് നമുക്കത് പ്രസൻറ്റ് ചെയ്ത് തരാൻ പറ്റും എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം ഇവിടെ ഉള്ളത്. അത് തന്നെയായിരുന്നു ഇത്തരത്തിലൊരു അഭിനയ വർക്ക്ഷോപ്പിൻ്റെ പ്രചോദനം എന്നുള്ളതും. അദ്ദേഹത്തിനെ നമുക്ക് മാതൃകയാക്കിക്കൊണ്ട് തന്നെ ഇന്നത്തെ ഈ വർക്ക്ഷോപ്പ് ആരംഭിക്കാം. എല്ലാ സഹകരണങ്ങളും. പ്രിയമുള്ള ലാലേട്ടൻ, സിദ്ദിഖ്, ജയൻ, രചന, മറ്റ് എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ, ഇങ്ങനെ ഒരു ആശയം വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, എത്ര പേര് ജോയിൻ ചെയ്യും എങ്ങനെയാണെന്നൊക്കെ. പക്ഷെ 1-2 ദിവസം ഈ അനന്യയും സരയും ജോമോളും ആൻസിപ്പൊക്കെ വർക്ക് ചെയ്തപ്പോൾ അതൊരു 4 സെക്ഷനായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ രചന തന്നെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു 2 ദിവസം വേറെ സെക്ഷനുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ 2 സെക്ഷനുണ്ട്. അതുപോലെ തന്നെ പാരീസ് ലക്ഷ്മിയുടെ ഒരു ഡാൻസ് ഇതുപോലെ ഒരു വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരെയും ഞാൻ അവരുടെ കഷ്ടപ്പാടുകളേക്ക് കൂടി കണക്കിലെടുക്കുകയാണ്. ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. രചന, സുരേഷ്, നമ്മുടെ സരയും, സ്നേഹം നിറഞ്ഞ മറ്റ് അമ്മ അംഗങ്ങളെ, സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ. അമ്മ എന്ന വാക്ക് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ആർക്കും ഏറ്റവും മൂല്യമുള്ള ഒരു വാക്കെന്ന് പറയുന്ന അമ്മ തന്നെയാണ്. പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊക്കെ അച്ഛൻ ചെറുതിലെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്നെ വളർത്തിക്കൊണ്ടുവന്ന അമ്മയാണ്. അപ്പോൾ ജീവിതത്തിൽ എവിടെ പോകുമ്പോഴും എൻ്റെ വാട്സാപ്പിൻ്റെ ഡിസ്പ്ലേ പിക്ചർ നോക്കിയാൽ പോലും എൻ്റെ അമ്മയും എൻ്റെ മകനും നിൽക്കുന്ന പടമാണ് ഞാനിട്ടത്. കാരണം എൻ്റെ ജന്മ നിയോഗം അതാണ്. അവരെ കണക്ട് ചെയ്യാനുള്ളൊരു ജന്മം മാത്രമാണ്. ചിലപ്പോൾ എൻ്റെ ലൈഫ് ഫെയിലിയർ ആകാം, വിജയമാകാം. ബട്ട് ലെറ്റ് ദം എൻജോയ് ദ ലൈഫ്. അവർക്ക് വേണ്ടിയുള്ള ജീവിതം എന്ന് പറഞ്ഞ പോലെ അമ്മ എന്നുള്ള സംഘടന മലയാളികൾക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. മലയാളികളെ സ്നേഹിക്കാനുള്ള സംഘടനയാണ്. അവർക്ക് നന്മ ചെയ്യാൻ മനസ്സുള്ള കുറേ ആൾക്കാരുടെ സംഘടനയാണ്. അതിൻ്റെ ഇനിഷ്യേറ്റീവാണ്. ജനങ്ങൾ ലാലേട്ട പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പോലെ
ജനങ്ങളിലോട്ട് എത്തിക്കുക. പണ്ട് കാലത്തൊക്കെ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊന്നും പറയണ്ട, ഒരു കൈ ചെയ്യുന്നത് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയേണ്ടതാണ്. പക്ഷെ ഇപ്പൊ കാലം മാറിപ്പോയി. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈയും അറിയണം, അയലോക്കത്ത് നിൽക്കുന്ന എല്ലാ കൈകളും അറിയണം. ആ കൈകളെ നിങ്ങളാണ് ഞങ്ങളുടെ കൈകൾ. ഞങ്ങൾ ചെയ്യുന്ന നന്മകൾ ജനങ്ങളിലോട്ട് എത്തിക്കുന്നത് നിങ്ങളുടെ കൈകളാണ്, നിങ്ങളുടെ മനസ്സുകളാണ്, നിങ്ങളുടെ ഭൗതിക ചിന്തകളാണ് നന്മകൾ. കാരണം നിങ്ങളാണ് ഞങ്ങൾക്ക് ഇപ്പൊ ലാലേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെ ജീവിപ്പിക്കുന്നത്. നിങ്ങൾ തിയേറ്ററിൽ പോയി അൺകണ്ടീഷണലായിട്ട് സിനിമ കണ്ട് നിങ്ങൾ തരുന്ന പണമാണ് ഞങ്ങളുടെ ജീവിതം. തിരിച്ച പ്രതിബദ്ധത നിങ്ങളോട് 100ന്റെ 1000 ഇരട്ടിയായിട്ട് ഞങ്ങൾ തിരിച്ചു തരാൻ ബാധ്യസ്ഥരാണ്. അതിന്റെ സ്നേഹമുണ്ട്, അത് അറിയിക്കാൻ കൂടിയാണ് ഈ വേദി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, ഞങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്ന മാധ്യമ സുഹൃത്തുക്കൾക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇതിൽ പങ്കാളിയായവർക്കും ഒറ്റ വാക്കിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് നന്മകളുമായി അമ്മ വരുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കിച്ചു.